ഹലോ. സോ നമ്മൾ നന്ദുവിൻ്റെ വീട്ടിൽ പോകാൻ ഇറങ്ങി. എനിക്ക് കുറേ ലഗേജൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ വെക്കേറ്റ് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വീട്ടിലോട്ട് കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദു ഹായ്. അങ്ങനെ നമ്മൾ നേരെ പട്ടാമ്പിയിലെന്നായിരുന്നു ട്രെയിന്. അപ്പം നേരെ അവിടെ പോയി. അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ മുമ്പായിട്ടൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറി. വേറെ ഒരു സീനും ഇല്ലായിരുന്നു. ചൂട് അതായിരുന്നു ഏറ്റവും വലിയ സഹിക്കാൻ പറ്റാത്തൊരു ഫാക്ടർ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു അപ്പൂപ്പൻ ഇങ്ങനെ വന്ന് ഹാർമോണിയൊക്കെ വായിച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കണുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ ആസ്വദിച്ച് പിന്നെ അത് പൈനാപ്പിളൊക്കെ കഴിച്ച് അവസാനം എറണാകുളത്തെത്തി. പിന്നെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞാൻ വെജ് മാത്രമല്ലേ കഴിക്കുള്ളൂ. ഞാൻ വെജ് ബിരിയാണിയും നന്ദുവിൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയനും അവളും ചിക്കൻ ബിരിയാണി കഴിച്ച് എന്നിട്ട് നമ്മളിതാ നേരെ കുമ്പളങ്ങിയിലോട്ട് എൻട്രി ചെയ്യണ ആ ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പാലത്തിൽ കൂടെ കുമ്പളങ്ങി കയറി അവളുടെ വീട്ടിലെത്തി. ഞാൻ കുളിച്ച് ഫ്രഷായി നിന്നപ്പോഴേക്കും അമ്മ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നന്ദു വൈകിട്ട് ചായ ഇടയാണ്. അങ്ങനെ ചായയുടെ കൂടെ കപ്പ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതാ. പിന്നെ ഋതു രാത്രിത്തേക്കുള്ള ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പീഡിൽ ഒണിയനൊക്കെ ഇങ്ങനെ അരിയായിരുന്നു. അങ്ങനെ നന്ദുവിൻ്റെ സ്പെഷ്യൽ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത വീട്ടിലെ ദേയനെയും പ്രിയനെയൊക്കെ കാണാൻ പോയി. അങ്ങനെ രാത്രി ഗോതമ്പ് പൊറോട്ടയും കോളിഫ്ലവറായിരുന്നു കഴിച്ചത്.